ഗേൾസ് പൊതുവെ നമ്മളാരും നമുക്ക് മറയ്ക്കണം എന്നുള്ള സ്ഥലങ്ങൾ മാത്രം മറച്ചിട്ട് നടക്കാറുള്ളൂ. ആരും ഇത് വെളിയിലിട്ടിട്ട് നടക്കാനോ ലൈക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ നടക്കാനോ ആരും നടക്കണില്ല. പിന്നെ അവർക്ക് അങ്ങനെ നടക്കണം എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടം, അവര് നടക്കട്ടെ. അങ്ങനെ നടക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. എന്തു മക്കളെ ഈ സമയത്ത് നിങ്ങൾ എന്തീ റോഡില്? നമസ്കാരം ഉണ്ട് ആന്റി. അയ്യോ, നമ്മള് അഖില ഭാരത റേപ്പിസ്റ്റ് അസോസിയേഷന്റെ ഭാരവാഹികളാണ്. എന്തിനാ നിങ്ങളിപ്പോ എന്തിനാ പുറത്തിരിക്കുന്നേ? നമ്മളാണ് ഈ റോഡിൽ കൂടെ പോണ പെൺപിള്ളേർക്ക് ആർക്കൊക്കെ തുണി ഉണ്ട് ഇല്ല എന്നുള്ളത് തരം തിരിച്ച് പീഡിപ്പിക്കണം. ആണോ? അയ്യോ ആന്റി പേടിക്കണ്ട. അയ്യോ ആന്റി തല വരെ കവർ ചെയ്തിട്ടില്ലേ? അത് ശരി. മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്ന പെൺപിള്ളേരൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ പോലെ സാരി ഉടുക്കുന്നവരിലേക്ക് ഞങ്ങൾ വരുള്ളൂ. അയ്യോ താങ്ക് യു. പക്ഷെ ആന്റിയുടെ മോൾ ഇട്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും സ്ലീവ്ലെസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഇവളോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സ്ലീവ്ലെസ് ഒന്നും ഇടരുതെന്ന്. പറഞ്ഞാൽ കേൾക്കണ്ട, ഇപ്പോഴത്തെ പിള്ളേരല്ലേ. ഇത് കാണുമ്പോഴല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾ വരുന്ന വഴിക്ക് എൻ്റെ 3 കൂട്ടുകാർ എന്നെ വിളിച്ച് ചോദിച്ചാ അണ്ണാ പീഡിപ്പിക്കട്ടാ. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ അമ്മ എനിക്ക് അറിയാം, ഞാൻ ഒന്ന് സംസാരിക്കട്ടെ, പിന്നെ ഞാൻ കൊച്ചു ഇടുകയാണെങ്കിൽ നിങ്ങൾ പീഡിപ്പിച്ചു അതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറയാറുണ്ട് ഇങ്ങനെ നമ്മൾ റേപ്പ് ചെയ്യാൻ പോണ ആൾക്കാരൊക്കെ പറയുന്ന അനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അവർ പറഞ്ഞു തരും നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം, ഏതിടുമ്പോഴാണ് ഈ പ്രേരണ കൂടുതലെന്നൊക്കെ അവർ പറഞ്ഞു തരും. മോളെ ഇങ്ങനത്തെ സ്ലീവ്ലെസ് ഒക്കെ ഇടുമ്പോഴേലും നമുക്ക് ഈ പ്രേരണ തോന്നുന്നത് പീഡിപ്പിക്കാനായിട്ടുള്ള അതാണ് മനസ്സിലാക്കി മോള് നടക്കണ്ടേ. ചേട്ടൻ പറഞ്ഞാൽ കേട്ടില്ലേ, ഇനി നാളെ തൊട്ട് ചുരിദാർ ഇടുവല്ലേ. ഇങ്ങനത്തെ ചേട്ടന്മാര് പറയണ കേട്ട് ജീവിക്കണം കേട്ടാ മോള്. ഇങ്ങനെ പറഞ്ഞോടാ ആന്റി അങ്ങോട്ട്.